എനിക്ക് മിക്കപ്പോഴും എൻ്റെ DMസിൽ വരുന്നൊരു ചോദ്യമാണ് 45 ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യം. കുറച്ച് പേര് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് വെറും അറ്റൻഷന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ. പിന്നെ കുറച്ച് വീട്ടമ്മമാർ ചോദിക്കാറുണ്ട് ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ. അതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസിക്സ് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള കംപ്ലീറ്റ് ഉത്തരങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. യൂട്യൂബിൽ നോക്കി ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് സ്റ്റുഡൻസിന്റെ മൈൻഡ് ചിലപ്പോൾ തോന്നും ആദ്യം SEO പഠിച്ചാലോ, മെറ്റാഡ്സ് പഠിച്ചാലോ, ഇനി ഇതൊക്കെ പഠിച്ചാൽ നാളെ നമ്മുടെ ജോലി റീപ്ലേസ് ചെയ്യോ. അങ്ങനെ ഇതുപോലുള്ള പല ഡയറക്ഷൻസ് അവർ സ്വയമേ എടുത്ത് പഠനം തുടങ്ങുന്നതിന് മുമ്പ് ആകെ മൊത്തത്തിൽ അവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. പ്രശ്നം നോളജ് ഇല്ലാത്തത് കൊണ്ടല്ല, റൈറ്റ് മെന്ററിങ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ നോക്കി കുറച്ച് കുക്കിംഗ് വീഡിയോസ് കണ്ടെന്ന് വെച്ച് നമ്മൾ ഒരിക്കലും പ്രൊഫഷണലി ഒരു ഷെഫായിട്ട് മാറാൻ പോകുന്നില്ല. കാരണം വീഡിയോസ് മാത്രം കണ്ടാൽ പോരാ, ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറോട് കൂടി റൈറ്റ് മെന്ററിംഗിൽ പഠിച്ചാൽ മാത്രമേ ഏതൊരു കോഴ്സും നമുക്ക് പ്രൊഫഷണലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗും ഇതുപോലെ തന്നെയാണ്. ഒരു പോസ്റ്റ് ഉണ്ടാക്കണം, ആഡ് റൺ ചെയ്യാൻ അറിയണം, അതിനെ റിസൾട്ടിലേക്ക് കൊണ്ടുവരാനും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വർക്ക് ആയിട്ടുണ്ട്, എന്തൊക്കെ വർക്ക് ആയിട്ടില്ല. അപ്പോഴാണ് യഥാർത്ഥ പഠനം തുടങ്ങുന്നത് തന്നെ. 45 ദിവസം എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് 45 ദിവസം കൊണ്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നതിന്റെ കാരണം, ഈ 45 ദിവസവും നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് അപ്രോച്ചബിൾ ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൊഡ്യൂൾസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 45 ഡേയ്സും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് മെൻറ്റർ ചെയ്യുന്നതും നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ഇഫ് അവർക്ക് ഈ 45 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ അവരുടെ സ്കിൽസും കുറച്ചുകൂടെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് ആ ഒരു ഏരിയ കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചാണെങ്കിലും, ഒരു കരിയർ സ്വിച്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും, ഒരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിലും, ഒരു ലോങ്ങർ ഡ്യൂറേഷൻ അറ്റൻഷൻ കില്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പാറ്റേണിൽ നമ്മൾ പോവാതെ തിയറി വളരെ കുറച്ചുകൊണ്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ഈ 45 ഡേയ്സും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻസിലോട്ട് ഈ ഒരു കോഴ്സുമായിട്ട് എത്തിക്കുന്നത് തന്നെ. സോ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് ചെയ്യാം. ഈവൻ ഇഫ് നിങ്ങൾക്ക് കരിയർ സ്വിച്ച് ചെയ്ത് പുതുതായിട്ടൊരു കരിയറിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് സ്യൂട്ടബിൾ ആണ്. ഈവൻ വീട്ടമ്മമാർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. ഏറ്റവും ലക്കി എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സിനെ മാനേജ് ചെയ്യാനായിട്ടൊരു മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ടെങ്കിലോ, ഒരു ടീം ഉണ്ടെങ്കിലോ, ഇനി സെൽഫായിട്ട് അവർക്ക് സ്വന്തം ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ ഒരു കോഴ്സ് അവർക്ക് വളരെ ഉപകാരമാവുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് സ്പീക്ക് നേഷൻ ഈ ഒരു 45 ഡേയ്സ് AI ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോഞ്ച് ചെയ്തത് തന്നെ.